ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷുഗർ സ്നാപ്പി സ്റ്റിർ ഫ്രൈ ഓർ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീട്ടിലുണ്ടായതാട്ടോ. ഇന്ന് കുറച്ച് ഞാൻ പിക്ക് ചെയ്ത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോവാം. ആദ്യം ക്ലീൻ ചെയ്ത് ബീൻസ് കട്ട് ചെയ്യുമ്പോൾ ഒരു നാര് പോലെ വരില്ല, അതുപോലെ ഇതിനുണ്ട് കേട്ടോ. അതുകൊണ്ട് രണ്ട് എൻഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ നമുക്ക് ആ നാര് എടുത്ത് കളയാം. അങ്ങനെ രണ്ട് സൈഡിലെ നാരൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. കണ്ട, രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് നാരൊക്കെ എടുത്ത് കളയുക. പിന്നെ ആവശ്യമുള്ള കുറച്ച് പേലൊണിയനും ഗ്രീൻ ചില്ലിയും ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചു. ഈ സൈസിലെ രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്യാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പേലൊണിയൻ രണ്ടുകൂടെ മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് സാൾട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചില്ലി ഇട്ട് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക കേട്ടോ, 1 ടീസ്പൂൺ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മെഴുക്ക് ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിർ ഫ്രൈ റെഡി. ഈ പീക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിലേക്ക് ഗ്രീൻ ചില്ലി, ടർമറിക് പൗഡർ, സാൾട്ടും ഒക്കെ ഇട്ട് കോക്കനട്ട് ഓയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻജോയ്.